ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു യുവർ ന്യൂ ക്ലാസ്. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാപ്റ്റർ 18 ആണ്, ഇമെയിൽ മാർക്കറ്റിംഗ് ക്യാമ്പയിൻ. അപ്പോൾ എന്താണ് ഇമെയിൽ മാർക്കറ്റിംഗ് എന്താണ്, ഇമെയിൽ മാർക്കറ്റിങ്ങിൻ്റെ ക്യാമ്പയിനിങ് എങ്ങനെയാണ് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ് ഇമെയിൽ മാർക്കറ്റിംഗ് എന്ന് ചോദിക്കുക, ക്യാമ്പയിൻ എന്ന് ചോദിക്കാം. ക്യാമ്പയിൻ എന്ന് പറഞ്ഞാൽ അത് പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. ആൻ ഇമെയിൽ മാർക്കറ്റിംഗ് ക്യാമ്പയിൻ ഈസ് എ സീക്വൻസ് ഓഫ് കോർഡിനേറ്റഡ് ഇമെയിൽസ് കെയർഫുള്ളി പ്ലാൻഡ് and carried out to accomplish particular marketing objectives. These campaigns use emails as a means of interaction and communication with the recipients, who are usually database leads to or subscribers. അപ്പോൾ ഇതിൽ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ മതി ഇമെയിൽ മാർക്കറ്റിങ്ങിനെ എങ്ങനെ ക്യാമ്പയിൻ ചെയ്യുന്നത്. അവിടെ ഒരുപാട് കോർഡിനേറ്റ് ചെയ്യപ്പെട്ട ഇമെയിൽസ് ഉണ്ടായിരിക്കും. അതിനെ വളരെ കെയർഫുള്ളായിട്ട് നമ്മളെടുത്ത് പ്ലാൻ ചെയ്തിട്ട് നമ്മളുടേതായിട്ടുള്ള മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് എന്താണോ അത് അക്കംപ്ലിഷ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം നമ്മൾ ക്യാരി ഔട്ട് ചെയ്യുന്ന ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ക്യാമ്പയിൻ പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇമെയിൽസ് എല്ലാ ആളുകളിലേക്കും, അതായത് അവരുടെ കസ്റ്റമർ ആണ് എന്ന് അറിയുന്ന ആളുകളിലേക്ക് അല്ലെങ്കിൽ എല്ലാ ആളുകളിലേക്കും ഇൻട്രാക്ട് ചെയ്യുന്ന ഭാഗമായിട്ട് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്. ഇത് ആരാണോ റിസീവ് ചെയ്യുന്നത് അവരുമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ തന്നെയാണ്. ആൻഡ് ഹു ആർ യൂഷ്വലി ഡാറ്റാബേസ് ലീഡ്സ് ഓർ സബ്സ്ക്രൈബേഴ്സ്. അവരാരായിരിക്കാം അയക്കുന്ന ഓരോ ഇൻഡിവിജ്വലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സോ അല്ലെങ്കിൽ നമ്മുടെ ഡാറ്റാബേസ് ലീഡ് ചെയ്യുന്ന കാര്യങ്ങളോ ആയുള്ള ആളുകളിലേക്കാണ് നമ്മൾ ഈ ഇൻഫർമേഷൻ അവിടെ ഇൻട്രാക്ഷൻ നടത്തപ്പെടുന്നത്. അപ്പോൾ ഇതിനെയാണ് ഇമെയിൽ മാർക്കറ്റിംഗ് ക്യാമ്പയിനിങ് എന്ന് പറയാം. അപ്പോൾ അതൊന്ന് നിർബന്ധമായിട്ടും പഠിക്കുക. അടുത്തത് ടൈപ്സ്, ഇമെയിൽ മാർക്കറ്റിംഗ് ക്യാമ്പയിൻസ്, അത് എത്ര ടൈപ്പ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ഉള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതേ ഉള്ളൂ കേട്ടോ. ആകെ നിങ്ങൾക്ക് പഠിക്കാൻ രണ്ട് ക്വസ്റ്റ്യനേ ഉള്ളൂ. ഇമെയിൽ മാർക്കറ്റിംഗ് ക്യാമ്പയിനിങ് എന്താണെന്നുള്ള ഇവിടെ അടയാളപ്പെടുത്തുന്നുണ്ട്, അത് പഠിക്കുക. എത്ര ടൈപ്പ് ഉണ്ട് ഈ ക്യാമ്പയിനിങ്, എത്ര ടൈപ്പ് ഉണ്ട്, ഇതാണ് ഇതിലത്തെ എസ്സേ ക്വസ്റ്റ്യൻ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ആകെ നമുക്കൊരു 2 മാർക്കിനും 6 മാർക്കിന് പറഞ്ഞാൽ ഏതെങ്കിലും ടൈപ്പ് ഒരു 5-6 എഴുതാൻ പറഞ്ഞാൽ 6 മാർക്കിനാവും. അതല്ലെങ്കിൽ എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ഇവിടെ എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടി ഇതാണ്. ടൈപ്സ് എത്ര തരാമല്ലോ. ഫസ്റ്റ് പോയിന്റിൽ പ്രൊമോഷണൽ ക്യാമ്പയിനിങ്. എന്താ പ്രൊമോഷണൽ ക്യാമ്പയിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ പേര് തന്നെ അറിയാം, നമ്മുടെ കയ്യിൽ കുറച്ച് പ്രൊഡക്റ്റ് ഉണ്ടാവാം, സർവീസ് ഉണ്ടായിരിക്കാം, ഇതെല്ലാവരിലേക്കും എത്തിക്കണം, അതിനെ പ്രൊമോട്ട് ചെയ്യണം. അതിനു വേണ്ടി നടത്തുന്ന ക്യാമ്പയിനിങ് ആണെങ്കിൽ അതിനെയാണ് പ്രൊമോഷണൽ ക്യാമ്പയിൻ എന്ന് പറയുന്നത്. അങ്ങനെ അവരിലേക്ക് എത്തിക്കണമെങ്കിൽ എന്താ, ഒരുപാട് ഓഫേഴ്സ് കൊടുക്കണം. പെട്ടെന്ന് സെയിൽസ് കൂടാനും അവരെ കൺവേർട്ട് ചെയ്യാനൊക്കെ ഓഫറുകളിലൂടെ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ഈ ഇമെയിൽ പ്രത്യേകത എന്ന് പറയുന്നത്, അപ്പോൾ ഓഫർ കൊടുക്കുക പറയുമ്പോൾ അവിടെ എന്തൊക്കെയോ ഡിസ്കൗണ്ടുകൾ കൊടുക്കുക, പ്രൊമോഷൻസ് കൊടുക്കുക. പിന്നെ അവർ പറയുന്നത് വേറൊരു വേർഡാണ്, ഇത് കുറച്ച് കാലത്തേക്ക് മാത്രമേ ഉള്ളൂ പറയും. അപ്പം നമ്മൾ എന്ത് ചെയ്യും, വേഗം ഓടിപ്പോയി വാങ്ങാമെന്ന് വിചാരിക്കും. കാരണം എന്താ വെച്ചാൽ സമയം കഴിഞ്ഞാലോ നമുക്ക് ഓഫർ കിട്ടിയില്ലെങ്കിലോ വിചാരിച്ചിട്ട്. അപ്പോൾ അവിടെയൊക്കെ അവർക്ക് എന്താ സംഭവിക്കുന്നത്, അവരുടെ സെയിൽ അവിടെ ഇമ്മീഡിയറ്റ് ആയിട്ട് കൂടുകയാണ് ചെയ്യുന്നത്. പുതിയ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുക അല്ലെങ്കിൽ സീസണലായിട്ടുള്ള സെയിൽസ് ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് പ്രൊമോഷണൽ ക്യാമ്പയിൻസ് ചെയ്യുന്നത്. ഫ്ലാഷ് സെയിൽ അനൗൺസ്മെൻറ്റ് എന്ന് പറയും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഹോളിഡേയിൽ പ്രൊമോഷൻസ് കൊടുക്കുക, ഏതെങ്കിലും പ്രത്യേക ദിവസങ്ങളിൽ മാത്രമായിട്ടുള്ള ഓഫറുകൾ കൊടുക്കുക, പുതിയ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഭാഗമായി നിങ്ങൾക്ക് ഇത്ര ഓഫർ കിട്ടുന്നുണ്ട് എന്നൊക്കെ പറയുന്നതൊക്കെ പ്രൊമോഷണൽ ക്യാമ്പയിൻ ആണ് കേട്ടോ. രണ്ടാമത്തേത് പറയുമ്പോൾ വെൽക്കം ക്യാമ്പയിൻ ആണ്. അപ്പോൾ നമുക്ക് അറിയാലോ ആരെ വെൽക്കം ചെയ്യുക, പുതിയതായിട്ടുള്ള സബ്സ്ക്രൈബേഴ്സിന് അവരുടെ ബ്രാൻഡ് എന്താണ്, അവരുടെ കയ്യിലുള്ള പ്രൊഡക്റ്റ് സർവീസിനൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അവർക്ക് അറിയിപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള വെൽക്കം ക്യാമ്പയിനിങ് കൊടുക്കാറുണ്ട്. അവിടെ ഒരു കൂട്ടം ഇമെയിൽസിലൂടെ തന്നെയാണ് കൊടുക്കുന്നത്. ആരൊക്കെയാണോ പുതുതായി ജോയിൻ ചെയ്ത് അവർക്കൊക്കെയാണ് കൊടുക്കുന്നത്. ഇൻഫർമേഷൻസ് കൊടുക്കണം ബ്രാൻഡും പ്രൊഡക്റ്റിനെ കുറിച്ചൊക്കെ. എന്നിട്ട് അവരുമായിട്ട് കറക്റ്റായിട്ട് എൻകറേജ് ചെയ്യുക, എപ്പോഴും അവരുമായിട്ട് എൻഗേജ് ചെയ്തിരിക്കാൻ ഉള്ള ഒരു പ്രേരണ അവിടെ കൊടുക്കുക എന്നുള്ളതാണ് പറയുന്നത്. മൂന്നാമത്തെ, ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞ പോയിന്റുകളാണ് കേട്ടോ. പ്രൊമോഷണൽ, വെൽക്കം, ലീഡ് നർച്ചറിങ് ക്യാമ്പയിൻസ് ഇതൊക്കെ ഓൾറെഡി പറഞ്ഞതാണ്. ഇവിടെ ഈ ക്യാമ്പയിനിങ്ങിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ പൊട്ടൻഷ്യൽ കസ്റ്റമറിലേക്ക് എത്തിക്കുക ത്രൂ ദ സെയിൽസ് ഫണൽ. അതെന്താ ത്രൂ ദ സെയിൽസ് ഫണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സെയിൽസ് ലിസ്റ്റ് എന്താണോ അല്ലെങ്കിൽ എന്തൊക്കെ നമ്മൾ വാങ്ങി വിൽപ്പനയൊക്കെ നടത്തിയിട്ടുണ്ടോ അതിൻ്റെ ബേസിസിൽ ആ ഒരു പൊട്ടൻഷ്യൽ കസ്റ്റമറിലേക്ക് എത്തിക്കുന്ന റെലവൻ്റ് ആയിട്ടുള്ള കണ്ടൻറ്റ്, ഇപ്പോൾ പ്രാധാന്യമുള്ള കാര്യങ്ങൾക്ക് അതിലൂടെ അവരുടെ ഒരു ട്രസ്റ്റ് നമ്മൾ നേടിയെടുക്കുക, വിശ്വാസം നേടിയെടുക്കുക. അൺടിൽ ദേ പർച്ചേസ്, ഏതുവരേക്ക് അവരത് പറഞ്ഞ് മനസ്സിലാക്കി അവരെ കൊണ്ട് വാങ്ങിപ്പിക്കുക, അവർ പർച്ചേസ് ചെയ്യാൻ റെഡി ആവുന്നവരേക്കും അവരിങ്ങനെ അതിലേക്ക് നയിച്ചുകൊണ്ടേയിരിക്കുക. ആൻഡ് അതിൽ എഡ്യൂക്കേഷണൽ കണ്ടൻറ്റോ കേസ് സ്റ്റഡിയോ ടെസ്റ്റിമോണിയലോ പ്രൊഡക്റ്റ് ഡെമോൺസ്ട്രേഷനോ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള മെസ്സേജസ് ബേസ്ഡ് ഓൺ ലീഡ് ബിഹേവിയർ ഒക്കെ അതിൽ വരാം.
ഡ്രിപ്പ് ക്യാമ്പയിൻസ്, എഡ്യൂക്കേഷണൽ സീരീസ്, നർച്ചർ സീക്വൻസ് ഒക്കെ അതിൻ്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. ഇതെല്ലാം നമ്മൾ പഠിച്ച പോയിന്റ് തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് പോയിന്റുകൾ കാണുമ്പോൾ ഓർമ്മ വരുന്നുണ്ടാവും. ട്രാൻസാക്ഷണൽ പഠിച്ചു കഴിഞ്ഞാലേ ഏതെങ്കിലും ഒരു ട്രാൻസാക്ഷൻ നടന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്കൊരു കസ്റ്റമറെ കിട്ടിയിട്ടുണ്ടാവാം അല്ലേ, അവരൊരു പർച്ചേസ് നടത്തിയിട്ടുണ്ടാവും, രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടാവും, ഫോം ഫില്ല് ചെയ്തിട്ടുണ്ടാവും, അക്കൗണ്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവും, എന്തെങ്കിലും കൺഫർമേഷൻസ് വന്നിട്ടുണ്ടാവും. ഇതൊക്കെ ട്രാൻസാക്ഷൻ്റെ ഭാഗമാണ്. അല്ലെങ്കിൽ റെസീറ്റുകൾ, പിന്നെ ഷിപ്പിംഗ് നോട്ടിഫിക്കേഷൻസ്, അല്ലെങ്കിൽ ഓർഡർ കൺഫേം ആയി എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ്, അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റുകൾ. അപ്പോൾ ഇത്തരം ക്യാമ്പയിനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ നടത്തുന്ന ഇടപാടുകളുമായി ബന്ധപ്പെട്ട് വരുന്ന ക്യാമ്പയിനിങ് ആണ്. ന്യൂസ് ലെറ്റർ ക്യാമ്പയിൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. എന്താണ് കാര്യം? റെഗുലറായിട്ട് നമ്മുടെ കസ്റ്റമറെ അപ്ഡേഷൻ കൊടുക്കുക, പുതിയ ന്യൂസുകൾ കൊടുക്കുക, ഹൈലൈറ്റുകൾ കൊടുക്കുക, വാല്യുബിൾ ആയിട്ട് ഇൻഫർമേഷൻ സബ്സ്ക്രൈബേഴ്സിന് കൊടുക്കുക, ക്യൂറേറ്റഡ് കണ്ടന്റുകൾ കൊടുക്കുക. അതേപോലെ ഓരോ മാസത്തെയും ന്യൂസ് ലെറ്റേഴ്സ് മന്ത്ലി, ഒരു മാസം എന്തായിരുന്നു ആ പെർഫോമൻസ്, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയുടെ അപ്ഡേറ്റ് എന്താ, കമ്പനി ന്യൂസ് എന്താ, വരാൻ പോകുന്ന ഈവൻറ്റുകൾ എന്തൊക്കെയാണ്, എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഓഫേഴ്സ്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് മാത്രമായിട്ടുള്ള ഒരുക്കിയിരിക്കുന്ന ഓഫേഴ്സ്, അതെല്ലാം ന്യൂസ് ലെറ്റർ ക്യാമ്പയിനിങ്ങിൻ്റെ ഭാഗമാണ്. പിന്നെ പറയുന്ന റീ എൻഗേജ്മെൻറ്റ്, ഓൾറെഡി നമ്മൾ പറഞ്ഞു. ഇനാക്റ്റീവായിട്ട് ചില ആളുകൾ ഉണ്ടാവും അല്ലേ, സബ്സ്ക്രൈബേഴ്സ്. അവരത് കാണുന്നുണ്ടാവില്ല, ഒന്നും നമുക്ക് ലൈക്ക് ചെയ്യാനോ കമൻറ്റ് ചെയ്യാനോ ഒന്നും വരാതിരിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ അവരെ കൂടി നമ്മൾ എന്ത് ചെയ്യാം, എൻഗേജ്, രണ്ടാമതും അവരെ കൊണ്ട് നമ്മൾ എൻഗേജ് ചെയ്യിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നതിനാണ് റീ എൻഗേജ്മെൻറ്റ് ക്യാമ്പയിൻസ് എന്ന് പറയാം. വീണ്ടും വീണ്ടും അവർക്ക് മെസ്സേജ് കൊടുത്ത്, സർവേ കണ്ടക്ട് ചെയ്ത്, അവർക്ക് ഇൻസെൻറ്റീവ്സ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് അവരെ എൻകറേജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അവരിനി അൺസബ്സ്ക്രൈബ് ചെയ്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രിവെൻറ്റ് ചെയ്യുക. പിന്നെ പറഞ്ഞ എഡ്യൂക്കേഷണൽ ക്യാമ്പയിൻസ് ഓൾറെഡി നമ്മൾ പറഞ്ഞു തന്നെയാണ്. എന്താ അതിൻ്റെ പ്രത്യേകത? കൂടുതൽ എഡ്യൂക്കേഷൻ പരമായിട്ടുള്ള ഇൻഡസ്ട്രി ട്രെൻഡുകളെ കുറിച്ച് പഠിപ്പിക്കുക, ബെസ്റ്റ് പ്രാക്ടീസസ് എന്തൊക്കെയാണ് നോക്കുക, എന്തൊക്കെ ടിപ്സ് ഉണ്ട്, എന്തൊക്കെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കണ്ടന്റുകൾ ഉണ്ട്, എന്നാലാണ് അതിൻ്റെ വാല്യൂ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും, ആഡ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. ഇറ്റ്സ് കണ്ടന്റ് ഇൻക്ലൂഡ്സ് ഹൗ ടു ഗൈഡ്, എങ്ങനെ ഗൈഡ് ചെയ്യണം, എന്തൊക്കെ ട്യൂട്ടോറിയൽ ക്ലാസ്സസ്, വെബിനാറുകൾ കൊടുക്കുക, അതുപോലെ ഇലക്ട്രോണിക് ബുക്സ്, വൈറ്റ് പേപ്പേഴ്സ്, പിന്നെ എഡ്യൂക്കേഷണൽ റിസോഴ്സസ് ദാറ്റ് എസ്റ്റാബ്ലിഷ് ദ ബ്രാൻഡ് ആസ് എൻ അതോറിറ്റി. എഡ്യൂക്കേഷണൽ സീരീസ്, എക്സ്പേർട്ടിൻ്റെ ക്ലാസ്സസ്, റിസോഴ്സ് ലൈബ്രറീസ് കൊടുക്കുക. അതൊക്കെ നമ്മുടെ വിദ്യാഭ്യാസത്തിനെ നമുക്ക് എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും, അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ക്യാമ്പയിനിങ് ആണ് എഡ്യൂക്കേഷണൽ ക്യാമ്പയിൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള റെക്കമെൻഡേഷൻ ഇമെയിൽസ്. അത് പിന്നെ എന്താ, തികച്ചും വ്യക്തിപര റെക്കമെൻഡ് പ്രോഡക്റ്റ് ഓർ കണ്ടന്റ് ബേസ്ഡ് ഓൺ ദ റെസിപ്പിയൻസ് പാസ്റ്റ് ബിഹേവിയർ ഓർ പ്രിഫറൻസസ്. ഒരു റെസിപ്പിയൻ്റ് അല്ലെങ്കിൽ കസ്റ്റമർ നമ്മുടെ ഒരു പ്രൊഡക്റ്റ് വാങ്ങി, അല്ലെങ്കിൽ 2 വട്ടം വാങ്ങും, അപ്പോൾ അത് അവരുടെ പാസ്റ്റ് ബിഹേവിയർ ആയി അല്ലേ. അപ്പോൾ അവരുടെ ആ ഒരു പ്രിഫറൻസും ബിഹേവിയർ അറിഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടി നമ്മൾ കൂടുതൽ കണ്ടന്റ് ബേസ്ഡ് ആയിട്ടുള്ള റെക്കമെൻഡേഷൻസ് കൊടുക്കുക പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട്. പിന്നെ 9ാമത്തേലൊക്കെ ഈവൻ്റ് ഇൻവിറ്റേഷൻ ഇമെയിൽസ്. നേരത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാണ് ഇതെല്ലാം. പുതിയ വെബിനാർ നടത്തുന്നുണ്ട്, പുതിയ വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്, ഈ ബിസിനസ് ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ പലതും അവർ ആതിഥേയത്വം നടത്തുന്നുണ്ട്. അപ്പോൾ അതൊരു സംഭവം നടക്കാൻ പോകുന്നുണ്ട്, അതിനുവേണ്ടി ഇൻവൈറ്റ് ചെയ്യുക അത്തരത്തിലുള്ള ഇമെയിൽസുകൾ. പിന്നെ ഫീഡ്ബാക്കും സർവേ ഇമെയിൽസ്. ഫീഡ്ബാക്കും സർവേ ഇമെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്താ ചെയ്യുന്നത്, ആ ആ എന്തെങ്കിലും ഒരു കണ്ടന്റ് അല്ലെങ്കിൽ ഒരു കാര്യം നടന്നു കഴിഞ്ഞതിന് ശേഷം ആ കസ്റ്റമറോട് അതിൻ്റെ ഉപയോഗിച്ച ശേഷമുള്ള അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്താണ്, അല്ലെങ്കിൽ ഫീഡ്ബാക്ക് എന്താണ്, അത് കൃത്യമായിട്ട് അറിയുകയാണെങ്കിൽ നമുക്കിനി എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തണമെങ്കിൽ വരുത്താം അല്ലേ. എൻ്റെ പ്രോഡക്റ്റിലോ സർവീസിലൊക്കെ ഇംപ്രവൈസേഷൻ കൊണ്ടുവരണമെങ്കിൽ നമുക്ക് കൊണ്ടുവരാം, അതിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതാണ് ഇമെയിൽ മാർക്കറ്റിംഗ് ക്യാമ്പയിൻസിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ മുന്നത്തെ ചാപ്റ്ററിലാണ് ഈ ഇമെയിലിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് പഠിച്ചത്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത്, ഈ 10 പോയിന്റുകൾ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ആകെ 2 ക്വസ്റ്റ്യൻ മാത്രമാണ് ഇതിൽ വരുന്നത്. ഇമെയിൽ മാർക്കറ്റിംഗ് ക്യാമ്പയിൻ എന്താണെന്നുള്ളത് എന്തായാലും പഠിച്ചു വയ്ക്കുക. പിന്നെ അതിൻ്റെ ഓരോ കാറ്റഗറി ഇപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ 2 മാർക്കിനൊക്കെ ചോദിക്കാം. അപ്പോൾ ശരിക്കും ഈ ഒരു ചാപ്റ്ററിനെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ ജസ്റ്റ് ഇമെയിൽ മാർക്കറ്റിംഗ് ക്യാമ്പയിൻ എന്താണെന്ന് പഠിക്കുക, അതിൻ്റെ ടൈപ്സ് അത്ര ഇവിടെ പഠിക്കാനുള്ളൂ കേട്ടോ. ഷോർട്ട് എസ്സേ ആയിട്ട് വെൽക്കം ക്യാമ്പയിൻ എന്താണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് മാത്രമായിട്ട് എടുത്ത് ചോദിക്കുക, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ്, അത്ര മാത്രമേ ഇവിടെ വരാനുള്ളൂ. അപ്പോൾ ഇതേ ഉള്ളൂ നമ്മുടെ ഇമെയിൽ മാർക്കറ്റിംഗ് ക്യാമ്പയിനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതും കൃത്യമായിട്ട് ഉദ്ദേശിച്ച രീതിയിൽ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ.